മാത്രമല്ല ഇതിനകത്ത് ഈ എഫ്ഐആറിൽ ക്രൈം വിശദീകരിച്ചിരിക്കുന്നത് ഒരൊറ്റ വരിയിലാണ്. 2022 വർഷത്തിൽ ഒരു ദിവസം രാത്രി 7 മണിയോടുകൂടി പരാതിക്കാരി താമസിക്കുന്ന പൊന്നാനി മുക്കാടി എന്ന സ്ഥലത്തിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗികാതിക്രമത്തിന് വിധേയരാക്കി പരാതിക്കാരിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു എന്നും മറ്റും ഒറ്റ വരിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കുക എന്ന് നാടൻ ഭാഷയിൽ പറയാറുണ്ട്. അത് നമുക്ക് വളരെ കൃത്യമായി എഫ്ഐആറിൽ കാണാം. ഒരു ദിവസം എന്നാണ് എഴുതിയിരിക്കുന്നത്, ഡേറ്റ് പോലുമില്ല. അതുതന്നെയാണ് മാധു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അല്പസമയം മുമ്പ് ഈ കേസ് വാദിച്ച അഭിഭാഷകനോട് സംസാരിക്കുമ്പോഴും അഭിഭാഷകനും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. താൻ സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു എഫ്ഐആറിനെ കുറിച്ച് കേട്ടിട്ടില്ല. അതായത് ഇരയുടെ പേര് വ്യക്തമായി 3 ഇടങ്ങളിലായി രേഖപ്പെടുത്തുകയും പ്രതികളുടെ പേരുകൾ രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് അപൂർവമാണ്. ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ 3 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതി അത് അട്ടിമറിക്കാൻ വേണ്ടി 2022 മുതൽ നടത്തിയ ആ ശ്രമങ്ങൾ ഇതാ എഫ്ഐആറിന്റെ രൂപത്തിലും വരുന്നു എന്നുള്ളതാണ്. 3 പേരുടെയും പേര് വയ്ക്കാതെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിന്റെ കൗതുകം വർദ്ധിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിലെ നടപടികളുമായി മുന്നോട്ട് പോവുക, ഇതിൽ ഏത് പ്രതിയെയാണ് ഈ എഫ്ഐആർ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. 3 പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേര് പറയാതെയുള്ള എഫ്ഐആർ ഇനിയിപ്പോൾ സ്വാഭാവികമായും വലിയ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങും എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ 4.5 വർഷത്തിലേറെയായി അതിജീവിതം നടത്തിയ പോരാട്ടം അത് എഫ്ഐആർ ഇടാനുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് 3 പേരുടെയും പേരില്ലാതെ. മാത്രമല്ല ഒരു പരാതിയിൽ എന്തിനാണ് 3 എഫ്ഐആർ? ടി വി പ്രസാദ്, അതാണ് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം. സാധാരണ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല. അതിന് എത്ര വലിയ കേസായാലും ഒരു പരാതിയിൽ അതൊരു കേസായിട്ടാണ് അതിനെ കാണുക. എല്ലാ പ്രതികളും അതിൻ്റെ ഭാഗമാകും, അതിൽ എല്ലാ വകുപ്പുകളും വരും, അതും ഉറപ്പാണ്. കാരണം ഓരോ ആളുകളെ രക്ഷിച്ചെടുക്കാനുള്ള പോലീസിന്റെ നീക്കമാണ് അതിൻ്റെയും പിന്നിൽ എന്നുള്ളതാണ് ഒരു വലിയ നിയമോപദേശം. അല്ലെങ്കിൽ എന്തോ ഒരു സംവിധാനം, ഗൂഢാലോചന ഇതിൻ്റെ പിറകിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. അത് നേരത്തെ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഈ അതിജീവിതയുടെ വീട്ടിൻ്റെ മുന്നിലേക്ക് എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസ് യൂണിഫോമിൽ പട്ടാപ്പകലിൽ ആ പോലീസ് വാഹനത്തിൽ വന്ന് മൊഴിയെടുത്ത് പോകുന്നതും നമ്മളെല്ലാവരും കണ്ടു, നമ്മളന്ന് റിപ്പോർട്ട് ചെയ്തുമാണ്. എങ്ങനെയൊക്കെയാണ് ഈ കേസിനെ അട്ടിമറിക്കാൻ കഴിയുക, ആ രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഏറ്റവും അവസാനം എഫ്ഐആർ ഇടുന്ന സമയത്ത് ഒടുവിൽ 3 പ്രതികളുടെയും പേരില്ലാതെ എഫ്ഐആർ രേഖപ്പെടുത്തി എന്നത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യവും.